എന്താടി ഇങ്ങനെ ഇങ്ങനെ നടക്കണത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ? ഗോവയ്ക്ക് വിടാൻ ആദ്യ ബസ് എങ്ങോട്ടാ? എന്തിനാ എത്ര ടെൻഷൻ? അവിടെ നമ്മൾ പേപ്പറിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ അതിനൊരു ഉത്തരം ഉണ്ടാവും. എഴുതിയിട്ടില്ലേ? അപ്പം ഞാൻ വീട്ടിലാണ് കേട്ടോ, ഞങ്ങളെ വീട്ടിലാണ്. അപ്പം ഇന്ന് അക്കുമോളെ റിസൾട്ട് വരുന്ന ദിവസമാണ്. കൂട്ടുകാരും എല്ലാവരും ഇതാ ആലോചിച്ചിരിക്കുകയാണ് കേട്ടോ. സമയം ഇപ്പോൾ 2:45 കേട്ടോ. അപ്പം എല്ലാവരും പ്രതീക്ഷയിൽ കാത്തിരിക്കുകയാണ്. അവളാകെ ടെൻഷനായിട്ടുണ്ട് കേട്ടോ. എന്തായാലും ഒരു പേടി ഉണ്ടാവുമല്ലോ. അക്കുവിൻ്റെ റിസൾട്ടാണ് കേട്ടോ. അപ്പോൾ 3 മണിക്കാണ്. ഇപ്പോൾ സമയം 2:45. അപ്പോൾ ഇതാ ആകെ ടെൻഷനായിട്ട് ഇരിക്കുകയാണ് കേട്ടോ. ഏതായാലും ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ് അല്ലേ? ജയിക്കൂലേ? ജയിക്കൂട്ടോ. ജയിക്കുന്നില്ല പ്രതീക്ഷയൊക്കെ ഉണ്ട് ഞങ്ങൾക്ക്. ഫുൾ A+ ഒന്നും ഞങ്ങൾ പ്രതീക്ഷിക്കണേയില്ല. എന്തായാലും ജയിക്കില്ല കുട്ടിയെ. ഓളാകെ തണുക്കണുണ്ട്. കുഴപ്പമൊന്നുമില്ലടി. എന്തായാലും വരുന്നോടത്ത് വെച്ച് കാണാം. ഓക്കെ. മറ്റുള്ളവർക്ക് ഒരു വിഷയമല്ലാതിരിക്കണ്. ഓൾക്ക് പിന്നെ പേടിക്കാനൊന്നും ഇല്ലേ. ഓള് 9ാം ക്ലാസ് അല്ലേ? ഈ അവസ്ഥയാകുമ്പോ ചേച്ചീനെ വന്നൊന്ന് സമാധാനിക്കുക അതൊന്നുമില്ല. ഓളിങ്ങനെ ആളായി ഇരിക്കുക. എന്തായാലും ഭയങ്കര ടെൻഷൻ. ഓളെക്കാളും ടെൻഷൻ ഒക്കെ ഉണ്ട് കേട്ടോ. പേടിയുണ്ട്. അങ്ങനെ ഉണ്ടാവുമോ? ഇല്ലല്ലോ. ഞങ്ങള് എന്ത് വാഴയത് ആശുറിന്റെ അവസ്ഥ അങ്ങനത്തെ അവസ്ഥയൊന്നും ഉണ്ടാവില്ല. ഞങ്ങള് വീട്ടിലാണ് കേട്ടോ. എൻ്റെ വീട്ടിലാണ്. അപ്പോൾ അവിടെ നിന്നാണ് ഇപ്പം ഈ റിസൾട്ടൊക്കെ അറിയുന്നത്. അവിടെ ഉള്ളവരൊക്കെ ഈശ്വരാക്കൂനെ എന്തായി അക്കുവോ ചോദിക്കുന്നുണ്ടാവും. എന്തായാലും നമുക്ക് റിസൾട്ടും കൊണ്ട് ചെല്ലല്ലോ വീട്ടിക്ക്. നല്ലൊരു വാർത്തയായിട്ട് പോവല്ലേ? സമയം ഇപ്പം എത്രയടി? ഞാൻ നോക്കട്ടെ, സമയം നോക്കട്ടെ. അമ്മമ്മയൊക്കെ ഇതാ കാത്തിരിക്കുക. അമ്മമ്മേൻ്റെ ഒക്കെ വക ഉണ്ടാവുമല്ലോ. എന്തമ്മ? അമ്മ എന്താ നിങ്ങളെ വക ഉണ്ടാകുക? ജയിച്ച പായസോ? എന്തടി അവസ്ഥ? യാശുവിന്റെ അവസ്ഥ അങ്ങനെ ഉണ്ടോ? ഏയ് അങ്ങനെ ഒന്നാവൂല. അങ്ങനെയൊക്കെ ആവുമോ? ഇല്ല, അങ്ങനെ ഒന്നാവൂല. ഏതായാലും ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ നമ്മൾ റിസൾട്ട് അറിയുന്നതാണ്. അക്കുനിതാ വയറുവേദനയും തലവേദനയും എല്ലാതും ഉണ്ട് കേട്ടോ. ഞാൻ പേടിച്ചു. ഞാൻ വിചാരിച്ചു ആകെ പേടിച്ചു പറഞ്ഞപ്പോ. ഞാൻ ആകെ ടെൻഷനായിരിക്കാണ് കൃഷ്ണ. എന്തൊക്കെയാ വയറുവേദനക്ക് എന്തൊക്കെയാ ഉണ്ട്. പല്ലൊക്കെ കുത്തി പൊട്ടിച്ചിരിക്കുന്നു ഇവിടെ. ടെൻഷൻ അടിക്കണ്ട. 4 മണിയൊക്കെ ആവുന്നു. ആരും സ്റ്റാറ്റസ് ഒന്നിട്ടില്ല. സൈറ്റ് ഓപ്പൺ ആയിട്ടില്ല പെണ്ണെ. 3 മണിക്കല്ലേ? സമയമായിട്ടില്ല. വേജാറാവണ്ട. ഇവിടുന്ന് വേറെ എങ്ങോട്ടേലും പോകാം. എന്നിട്ട് നിങ്ങള് റിസൾട്ട് അതിനെ വിളിക്കും. അപ്പൊ വരാം. എങ്ങോട്ട് പോണ്? ഇതിന്റെ ബാക്കിലോ ആ വീടിന്റെ ബാക്കിൽ നമ്മളെ വീടിന്റെ ബാക്കിലൊക്കെ. എങ്ങനെയായാലും നോക്ക്, ഇതിനൊരു ഉത്തരം എന്തായാലും എപ്പോഴായാലും കിട്ടൂലേ? ഈ അവിടെ ടെൻഷൻ അടിക്കാതെ അവിടെ ഇരിക്കും. എങ്ങോട്ടേ മണ്ടത്? അതിലൊന്നും ഒരു ടെൻഷൻ അടിച്ചിട്ട് ഒരു കാര്യമില്ല.
ഈ അവിടെ എഴുതിയിട്ടുണ്ടോ അവിടെ സംഭവം ഉണ്ടാവും. എന്തെഴുതിയിട്ടുണ്ടെങ്കിൽ സംഭവം അവിടെ ഉണ്ടാവും. ഇനിയിപ്പോ A+ ഇതൊന്നും വേണമെന്നില്ല, പാസ്സായാൽ മതി. അതാണ് ആലോചിച്ച് വേറെ അസുഖങ്ങളൊന്നും വരുത്തല്ലോ പൊന്നു മോളെ. പിന്നെ എടി സൈറ്റ് ഓപ്പൺ ആയോ? വാർത്ത ഒന്നും വെച്ചിട്ടില്ല, സമാധാനല്ലടി. എന്താ ആണോ? വാർത്ത ഒന്നും വെച്ചിട്ടില്ല. ഓള് വിളിക്കമ്മ, വിളിക്ക് ചേച്ചീനെ വിളിക്കാറിങ്ങനെ നിൽക്കണേ. ഞാനും തന്നെ ഒന്നും വെച്ചിട്ടില്ല. ഞാൻ എൻ്റെ അടുത്തുനിന്ന് കിട്ടാ ഉത്തരം വിചാരിച്ചിട്ട്. അതാ ഈ നോക്കിയോ അങ്ങനെ ചോദിക്കണേ. ആ ശരി, മേമ വിളിക്കുന്നുണ്ട്. ഹലോ, ഒന്നും ആയിട്ടില്ലടി, റിസൾട്ട് വന്നിട്ടില്ല. ഓളാകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. ഒന്നും ആയിട്ടില്ല. 4 മണിയാവുന്നാ പറയണേ. അണക്കൊക്കെ ഇങ്ങനെ ചിരിച്ചിരിക്കേ. അല്ലേ അമ്മയും ഇതാ ചിരിക്കണ്. അണക്ക് ചിരിക്കാ, ഓൾക്കിപ്പോ ചിരിച്ചൂടെ? 3-ാം ക്ലാസ്സിലല്ലേ? 4ക്ക്. ആ എന്നാ നോക്ക് സൈറ്റോ. ആയിക്കോട്ടെ. ചുമന്ന മസി വേണമെങ്കിൽ കൂട്ടുകാരനെ വിളിക്കാളെ. നോക്കല്ലേ, ഞാൻ വിളിക്കാം. ആണോ? അതെ, പാസ്സായില്ലേ? ഭാഗ്യം. അത് മതി. A+ ഒന്നും വേണമെന്നില്ല. സമാധാനായി. ഓക്കെ. സമാധാനായി. റിസൾട്ട് വന്നു. ആ പാസ്സായിണ്ട്. മുട്ടായിന്റെ പേക്കൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് എല്ലാവർക്കും കൊടുത്താലോ? കൊടുക്കടി. ഞാൻ അവിടേക്ക് പോകുക. മുട്ടായി, ഒരു മുട്ടായി കൊടുത്തോ? അപ്പൊ ഒപ്പം പിന്നെ ഞാനൊപ്പം വരണം. മടിയാണത്രേ മുട്ടായി. താങ്ക് യു. ഓൾക്കും കൊടുക്കേ. അങ്ങനെ കൊടുത്തല്ലടി. ആ മൂന്നാമത്തെ നാമയോ ഇതല്ല. വാങ്ങിയിട്ട് മതിയോ? ഇപ്പൊ 2 പൂമോളുണ്ട്. ആ ഇല്ല, പൂമോളുണ്ട് അവിടെ. ഒരു കുട്ടിയോടെ പൂമോളെ അത് ഓഫായി. കാണൂല. ഏത് ടീച്ചർ തന്നെ? ടീച്ചർ എന്താ പരമേശ്വരൻ. അച്ഛമ്മയ്ക്കോ? അപ്പൊ എല്ലാവർക്കും മുട്ടായി ഒക്കെ കൊടുത്തു അല്ലേ?
അപ്പൊ സന്തോഷായി. അപ്പൊ ഇനി നമുക്ക് പരിയങ്ങാട്ടിക്കുള്ളതാണ് ബാക്കിയുള്ള മുട്ടായി വീട്ടില് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ടാറ്റ. ഇതാണ് അക്കുമോളുടെ മാർക്ക് ലിസ്റ്റ്. അവളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവൾ ശ്രമിച്ചു.